മനുഷ്യനുണ്ടല്ലോ, അവന് പ്രവാചകനാണെന്ന് വാദിക്കുകയാണ്. അല്ലാഹുവിന്റെ പ്രവാചകന്റെ മുന്നിലെ സ്വഹാബത്ത് പറയുമ്പോ പ്രവാചകൻ ഒരു കത്തെഴുതുകയാണ്, അല്ലാഹുവിന്റെ റസൂൽ ഒരു കത്തെഴുതുകയാണ്. എന്നിട്ട് മഹാനായ ഹബീബ് റളിയല്ലാഹു തആല അൻഹു ത്തിന്റെ നടുവിലൂടെ നടന്നു പോയ നിന്നെ പോലെ ഒരുപാട് മോഹങ്ങളും സ്വപ്നങ്ങളും പ്രതീക്ഷകളുമായി നിന്നെ പോലെ പച്ചയിറച്ചികളുടെ വിചാരമുള്ള ശരീരത്തിലൂടെ രക്തമൊലിക്കുന്ന ഹബീബ് റളിയല്ലാഹു തആല അൻഹു ചെറുപ്പക്കാരനായ സ്വഹാബിയെ മുത്തുനബി അടുത്തേക്ക് വിളിച്ചു. എന്നിട്ട് ചോദിക്കുന്നു, ഹബീബേ, ഇത് കൊണ്ടുപോയിട്ട് മുസൈലിമയുടെ കയ്യിൽ കൊടുക്കാൻ നിനക്ക് ധൈര്യമുണ്ടോ? അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടെ നിന്ന് ചോദിക്കുമ്പോ ഹബീബ് റളിയല്ലാഹു തആല അൻഹു പറഞ്ഞു, യാ റസൂലല്ലാഹ്, മുത്തുനബിയേ, ഹബീബിനെന്ത് പേടിയാ നബിയേ? എന്തിനാ നബിയെ ഞാൻ പേടിക്കുന്നത്? അല്ലാഹുവിന്റെ പ്രവാചകന്റെ കയ്യിൽ നിന്ന് കത്തും പിടിച്ചിട്ട് പ്രവാചകന്റെ കയ്യിൽ നിന്ന് എടുത്തു വാങ്ങിയിട്ട് ഹബീബ് റളിയല്ലാഹു തആല അൻഹു മുസൈലിമയുടെ വീട്ടിലേക്ക് നടന്നു പോവുകയാണ്. മുസൈലിമയുടെ മുന്നിലേക്ക് നടന്നു പോവുകയാണ്. മുസൈലിമയുണ്ടല്ലോ അനുയായികളുടെ ഇടയിൽ ഇങ്ങനെ ഇരിക്കുകയാ. ആ സമയത്താണ് ഹബീബ് റളിയല്ലാഹു തആല അൻഹു കത്തുമായിട്ട് അവിടെ നിന്ന് കടന്നു പോകുന്നത്. മുസൈലിമയുടെ കയ്യിലേക്ക് കത്ത് കൊണ്ടുപോയി കൊടുത്തു. അല്ലാഹുവേ, മുസൈലിമ കത്ത് വായിക്കുകയാണ്. എന്നിട്ട് അതിന്റെ അവസാനം അല്ലാഹുവിന്റെ പ്രവാചകന്റെ പേരെഴുതിയിട്ടുണ്ട്, മുത്തുനബിയുടെ പേരെഴുതി വെച്ചിട്ടുണ്ട്. എടുത്തു വായിച്ചു കഴിഞ്ഞപ്പോ അതാ മുസൈലിമ ചോദിക്കുകയാ, അവിടെന്ന് അല്ലാഹുവേ, അവിടെന്ന് ചോദിക്കുകയാണ്, മനിൽ മുഹമ്മദ് യാ ഹബീബ്, ആരാ ഹബീബേ? മുഹമ്മദ് എന്ന് പറയുന്ന ആള് ആരാണ് ഹബീബ്? ആ സമയത്ത് ഹബീബ് റളിയല്ലാഹു തആല അൻഹു പറഞ്ഞു, മുഹമ്മദുർ റസൂലുള്ളാഹ്, മുഹമ്മദ് നബി അല്ലാഹുവിന്റെ പ്രവാചകനാ. മുഹമ്മദ് ആരാണ് ഹബീബേ? എഴുത്തിന്റെ അടിയിൽ മുഹമ്മദ് എന്ന പേരെഴുതിയിട്ടുണ്ടല്ലോ, അതാരാണെന്ന് ചോദിക്കുമ്പോ ശത്രുക്കളുടെ നടുവിൽ നിന്നിട്ട് ഹബീബ് റളിയല്ലാഹു തആല അൻഹു പറഞ്ഞു, മുഹമ്മദുർ റസൂലുള്ളാഹ്, അല്ലാഹുവിന്റെ പ്രവാചകനാണ് മുഹമ്മദ് നബി. അല്ലാഹുവേ, അതാ മുസൈലിമ ചോദിക്കുന്നു, മനിൽ മുസൈലിമ യാ ഹബീബ്, ആരാണ് മുസൈലിമ? പറ ഹബീബേ, പറ ഹബീബേ, ആരാണ് മുസൈലിമ? ആ സമയത്ത് ഹബീബ് റളിയല്ലാഹു തആല അൻഹു പറയുകയാ, എന്താടാ കടന്ന് കുരയ്ക്കുന്നത്? എനിക്കൊന്നും കേൾക്കുന്നില്ല. ആരാ മുസൈലിമ? ആരാ മുസൈലിമ? അല്ലാഹുവേ, ഹബീബ് തങ്ങൾ ചോദിക്കുകയാ, നീ എന്തേ പറയുന്നത്? അവിടുന്ന് മുസൈലിമയ്ക്ക് മനസ്സിലായി കളിയാകുകയാണെന്ന്. വല്ലാത്ത ദേഷ്യം വന്നു. അല്ലാഹുവേ, ഹബീബ് റളിയല്ലാഹു തആല അൻഹുവിനെ പിടിക്കുകയാണ്. എന്റെ പ്രിയപ്പെട്ട യുവതവേ, ഹബീബ് റളിയല്ലാഹു തആല അൻഹുവിന്റെ കൈകാലുകൾ കെട്ടുകയാണ്. എന്നിട്ട് മുസൈലിമയുണ്ടല്ലോ പഠിപ്പിച്ച കമ്പി എടുത്തു കൊണ്ടുപോയിട്ട്, പഠിപ്പിച്ച കുന്തമെടുത്ത് കൊണ്ടുപോയിട്ട് അതാ ഹബീബ് റളിയല്ലാഹു തആല അൻഹുവിന്റെ നെഞ്ചിലേക്ക് കുത്തിവെക്കുകയാ. എന്നിട്ട് ചോദിക്കുന്നു, ഹബീബേ, ആരാണ് മുസൈലിമ? ആരാണ് മുസൈലിമ? അവനെ പഠിപ്പിച്ച കമ്പി തന്റെ ശരീരത്തിലേക്ക് കുത്തിയിറക്കിയിട്ട് പച്ചയിറച്ചി ഇങ്ങനെ കുത്തിയെടുക്കുകയാണ്. അപ്പോഴും പറഞ്ഞില്ല, മുസൈലിമ ആഗ്രഹിക്കുന്നത് മുസൈലിമ പ്രവാചകനാണെന്ന് പറയാരാ. അല്ലാഹുവേ, എന്തേ ചെയ്തതെന്നറിയോ? ഇറച്ചിക്കടിയിൽ ഇറച്ചി വെട്ടുന്നത് കണ്ടിട്ടുണ്ടല്ലോ. ഇറച്ചിക്കടയിൽ പോകുമ്പോ ഇങ്ങനെ അറുത്തറുത്ത് നിനക്ക് തൂക്കി തരുന്നത് കണ്ടിട്ടുണ്ടല്ലോ. ഹബീബ് റളിയല്ലാഹു തആല അൻഹുവിന്റെ ശരീരത്തിൽ നിന്ന് പച്ചയിറച്ചി ഇങ്ങനെ മുറിച്ചെടുത്തിട്ട് ചോദിക്കുന്നു, ഹബീബേ, പറയടാ, ആരാടാ മുസൈലിമ? ആരാടാ മുസൈലിമ? ശരീരത്തിന്റെ ഓരോ ഭാഗങ്ങളും ഇങ്ങനെ വെട്ടി മുറിച്ചെടുക്കുമ്പോഴും അല്ലാഹുവേ, ഹബീബ് റളിയല്ലാഹു തആല അൻഹു പറഞ്ഞതെന്തെന്നറിയുമോ? മുഹമ്മദുർ റസൂലുള്ളാഹ്, മുസൈലിമത്തുൽ കദ്ദാബുല്ലാഹ്,
മുസൈലിമാ നീ കള്ളനാടാ, നീ കള്ള പ്രവാചകനാടാ, അല്ലാഹുവിന്റെ പ്രവാചകനാണ്, മുത്തുനബിയാണ്, അല്ലാഹുവിന്റെ പ്രവാചകനെന്ന് പറയുമ്പോൾ